ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി എവിടെയോ പോകാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എല്ലാം ഇട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ പോയ സ്ഥലവും അവിടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ വാസ് മൈ ഫേസ് ഓഫ് ഡിപ്രഷൻ ആൻഡ് ഹൗ ഡിഡ് ഐ ഓവർകം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. പലരും ഇതിനെപ്പറ്റി കുറേ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഓരോരുത്തരുടെ ലൈഫിൽ ഡിപ്രഷൻ അഫക്റ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചെറുതായിട്ട്, വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റോറിയിലോട്ട് കടക്കാം. നമ്മുടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നേരിട്ട് സ്റ്റോറിയിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതെങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് അടുത്ത ഒരു സെഷൻ, ഫസ്റ്റ് സെഷൻ സ്റ്റോറി, സെക്കൻഡ് സെഷൻ അങ്ങനെ പറയാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് എന്താ പറയുക, ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റീൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല, അല്ലെങ്കിൽ ഗ്രാജുവലി വരുന്ന ഒരു സാധനമാണ്. പയ്യെ 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 ചിലപ്പോൾ നമ്മുടെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഇൻസിഡൻസ് കാരണം ഉണ്ടാകുന്നതായിരിക്കാം. പലർക്കും പല റീസൺസ് ആയിരിക്കാം. പക്ഷേ എൻ്റെ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല രീതിയിൽ ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും പണ്ട് എനിക്കത് മീൻസ് ഒരു 2 കൊല്ലം മുന്നേ എനിക്കത് ട്രോമ തന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പം ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് കുറച്ച് ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവർക്കും അതൊരു പ്രശ്നമായിരുന്നു. അപ്പം കഥ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല, കുറച്ച് ചെറുതാക്കി വെട്ടി ചുരുക്കി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഞാൻ കോളേജിലോട്ട് ജോയിൻ ചെയ്യുന്നത് 2021 ഒരു നവംബറാണെന്ന് തോന്നുന്നു, നവംബറിലെങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. അതൊരു കോവിഡൊക്കെ വന്നിട്ടുള്ള ടൈമായിരുന്നു. ഉടനെ തന്നെ ഹോസ്റ്റലിൽ കോവിഡൊക്കെ വന്ന് കുറച്ച് കാലം ഇവിടെയൊക്കെ തന്നെയായിരുന്നു. ഓൺലൈൻ ക്ലാസ് എല്ലാമായിരുന്നു. ഉടനെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോയി തിരിച്ച് വന്ന് അങ്ങനെ ഒരു കുറച്ച് സമയം അങ്ങനെ പോയി. എന്താ പറയുക, നവംബറൊക്കെ കഴിഞ്ഞ് കുറേ കാലം നല്ല പീസ്ഫുള്ളായിട്ട് പോയി, അടിപൊളിയായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കോളേജൊക്കെ. പിന്നെ നഴ്സിംഗ് എന്ന് പറയുന്ന പെട്ടെന്ന് ഞാൻ എടുത്തൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ കുറേ മാസങ്ങൾ ഇങ്ങനെ പോയി. പിന്നെ എന്താ പറയുക, കുറേ മാസങ്ങൾ പോയി. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞ് അവസാനം ജൂലൈ 12, 2021 എത്തി. അന്ന് എനിക്ക് 18 വയസ്സ് ആവുന്നൊരു ടൈമാണ്. 18 വയസ്സ് ആക്ച്വലി അത് എൻ്റെ ബർത്ത് ഡേറ്റ് ആണ്, ജൂലൈ 12 എന്ന് പറയുന്നത്. ജൂലൈ 12 എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഒരിക്കലും ഞാൻ എന്തൊക്കെ മറന്നു പോയാലും ഈ ഒരു ഡേറ്റും ആ ഒരു ഡേറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. എന്താ പറയുക, അത് ഭയങ്കര, ഞാൻ എൻ്റെ ഒരു ഡിപ്രഷൻ്റെ ഒരു ട്രോമയ്ക്ക് കാരണം തന്നെ ആ ഒരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതായത് സ്വന്തം ബർത്ത്ഡേക്ക് കരയാന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതികേടുള്ള ഒരു സംഭവമാണ്. കാരണം നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. എന്തൊക്കെ നമുക്ക് പ്രായം കൂടുകയാണ് സംഭവം, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഒരു സന്തോഷം ഉണ്ടാകും നമ്മുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്ന നേരം. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ല നമുക്ക് ബർത്ത്ഡേ ആകുമ്പം. നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം വിളിക്കും, നമുക്ക് വീട്ടിൽ നിന്ന് പൈസ ഒക്കെ ഇട്ടുതരും, നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം, പിന്നെ അതേപോലെ നല്ല ഫുഡൊക്കെ മേടിച്ച് കഴിക്കാം. നമുക്ക് സംഭവം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരുന്നു, എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. പ്രശ്നങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ രാവിലെ ഒരു 9 മണി തൊട്ടിട്ട് വൈകുന്നേരം വരെ എൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ എൻ്റെ ചുറ്റും സംഭവിക്കുന്നത്, ആരാ എൻ്റെ അടുത്ത് നിൽക്കുന്നതെന്നുള്ള ഒരു ഇതില്ലായിരുന്നു എനിക്ക്. അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അല്ലാതെ ഇരിക്കാം. എന്താ പറയുക, എൻ്റെ ഒരു ഇത് പ്രകാരം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയില്ല, കാരണം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിൽ വലുതായിട്ട് നിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആരും അതിനകത്ത് പ്രശ്നമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എനിക്കറിയില്ല അന്ന് എന്താ അത്രയും ഇത് ആവാനുള്ള കാരണം എന്ന്. ഈ ഒരു പ്രശ്നം കാരണം സത്യത്തിൽ ഫസ്റ്റത്തെ ദിവസം തന്നെ എനിക്ക് ബോധമില്ലാണ്ടായി പോവുകയാണ് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുക, ഓരോ സ്വപ്നമൊക്കെ കണ്ട് ആകെ മൈൻഡൊക്കെ എന്തോ ആയി പോവുക.
പിന്നെ എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിൽ ആരൊക്കെയോ അവിടെ നിൽക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഹാലൂസിനേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര ആ ഒരു 1-2 ദിവസങ്ങൾ ഫുൾ ഇതുപോലെയായിരുന്നു. ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, സ്വപ്നം കാണുക, വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുക. ഇതൊക്കെ പിന്നീട് എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കുറേയൊക്കെ ഞാൻ അപ്പോഴേ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തായിരുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ. അങ്ങനെ കുറേ ബോധമില്ലാണ്ടായി, ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു പോവുക, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല റീസൺ കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുടി ഫുൾ കൊഴിഞ്ഞ് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ മുഖം ഫുൾ ഡള്ളായി. ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. നമുക്കൊരാളെ കാണുമ്പം ശരിക്കും എൻ്റെ വീട്ടിലേക്കൊക്കെ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന സമയത്ത് എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞ എന്തോ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോകത്തില്ലേ, അതുപോലെ നമ്മൾ ക്ഷീണിച്ച് പോയി. അങ്ങനെ ക്ഷീണിച്ച് പോകും നമ്മൾ. അതുപോലെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ, അതായത് ഒരു 40-45 വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് അത് 35-ലേക്കൊക്കെ ആയി, കുറഞ്ഞ സമയം കൊണ്ട് 1-2 മാസം കൊണ്ട്. ഈ ഒരു പ്രശ്നം ഒരാഴ്ചത്തോളം എനിക്കിങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ ഓക്കെ ആയി, ഞാൻ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കാനും ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനും തുടങ്ങി. പക്ഷെ എൻ്റെ ഉള്ളിൽ എവിടേക്കോ ആ പ്രശ്നം സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, അതൊന്നും പോകുന്നില്ലായിരുന്നു. കുറേ തോട്ട് എൻ്റെ മനസ്സിൽ ഫുൾ ഇങ്ങനെ കിടന്ന് ഓരോന്നിങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു പരിധി കഴിയുമ്പം ഒരു പരിധി വരെ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അവരുടേതായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാരണം വെറുതെ ഇനി വേറെ ആൾക്കാർ ബുദ്ധിമുട്ടണ്ട, അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്നോർത്തിട്ട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ തന്നെ കടിച്ചു പിടിച്ച് ഉള്ളിൽ ഞാൻ വെക്കാൻ വേണ്ടി പഠിച്ചു. എനിക്ക് അറിയാത്തൊരു സംഭവമാണ് എൻ്റെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കുക എന്നുള്ളത്. പക്ഷേ ഞാനതെല്ലാം പഠിച്ചു ആ ഒരു പ്രശ്നത്തിന് ശേഷം. പിന്നെ ആണെങ്കിലും കുറച്ച് കാലത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1-2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് കുറഞ്ഞു, എൻ്റെ മുടിയുടെ കണ്ടീഷൻ ഭയങ്കര ഇതായി, എൻ്റെ ഫേസ് ഫുള്ള് റിങ്കിൾസ് ഒക്കെ വന്ന പോലെ ആയിപ്പോയി. അങ്ങനെ ഫുൾ ആൻഡ് ഫുൾ എൻ്റെ ബോഡി എൻ്റെ കൺട്രോളിലല്ലാണ്ടായിപ്പോയി, എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ലാണ്ടായിപ്പോയി. ഒരു വെറുതെ എന്തിനോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് അഗ്രസീവ് ആവും. പിന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഓരോ പ്രശ്നം എന്താ പറയുക, നമ്മളെ ഒരു അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നൊരു സാധനം പോലെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവർക്ക് എന്തെങ്കിലും ഇത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, സജഷൻസ് ചോദിക്കാനും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും മാത്രം എന്നെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിപ്പോയി. കാരണം ഞാൻ അത്രയും സഫർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല, ആരും എങ്ങനെ സപ്പോർട്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇങ്ങനത്തെ കാര്യത്തിന് മാത്രം വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതും എന്നെ ഭയങ്കരമായിട്ട് മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി. ഭയങ്കര കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്ന ഓരോ പ്രശ്നത്തിൻ്റെ സമയത്തും ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പം നമ്മളിങ്ങനെ എല്ലാവരുടെ മനസ്സിലും പാനിക് അറ്റാക്ക് എന്ന് വെച്ചാൽ വേറെന്തോ ഒരു സാധനമാണെന്നാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ പൊട്ടിത്തെറിക്കുന്നൊരു ടൈമുണ്ട്. ഉള്ളിൽ അടക്കി പിടിച്ച് നമുക്ക് ഒന്ന് ഭയങ്കര ഒച്ചത്തിൽ കരയാനൊക്കെ തോന്നുന്ന ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ നമുക്ക് കരയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ പിടിച്ചു വെക്കും. കുറേ നമ്മൾ ഉള്ളിൽ ഒതുക്കി വെച്ച സാധനമൊക്കെ പുറത്തേക്ക് വരും. നമുക്ക് ഭയങ്കരമായിട്ട് സഫോക്കേറ്റ്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വരും. ശരിക്കും ആ ഒരു ഫീലൊക്കെയാണ് ശരിക്കും പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമുക്ക് പാനിക് അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്തും അത് അവൾ ചുമ്മാ കാണിക്കുന്നതാണ്, അവൾ അഭിനയിക്കുന്നതാ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ എണീറ്റ് പൊക്കോളും, അഭിനയിച്ച് കഴിയുമ്പോൾ തനിയെ, അങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് ഒന്നും കൂടെ അത് തളർത്തി നമ്മളങ്ങ് ഇല്ലാണ്ടാക്കി കളയുന്നല്ലാണ്ട്, പ്രത്യേകിച്ച് അവർക്ക് പറയുമ്പം എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊന്നും ആക്ച്വലി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പം ഒരു പാനിക് അറ്റാക്ക് വന്ന ഒരാൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളായിരിക്കും. ബാക്കിയുള്ളവർക്ക് ചിലപ്പം അതിനെക്കുറിച്ച് വലിയ അവെയർഡ് ആയിരിക്കത്തില്ല അവർ. എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. അതായത് നമ്മൾ നിലത്ത് കുഴഞ്ഞ് വീണ് കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളെ ആരും അങ്ങനെ ഇതാക്കാനൊന്നും നോക്കത്തില്ല. അവർ വിചാരിക്കും വേറെന്തോ പ്രശ്നം. അതിലും വളരെ ചുരുക്കം ആൾക്കാരാണ് എന്നെ ഭയങ്കരമായിട്ട് നോക്കി കൊണ്ട് നടന്നത്. എന്താ പറയുക, ഞാൻ ഫുഡ് കഴിക്കാതിരുന്നാൽ എനിക്ക് ഫുഡ് തരുന്ന മീൻസ് എടുത്ത് കഴിപ്പിക്കുന്നതും, അതേപോലെ എൻ്റെ കൂടെ കിടന്ന് എന്നെ നോക്കിയ ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അത് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു സമയത്ത് അതിന് മുന്നേ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ ഒരേ മീൻസ് ഒരുമിച്ച് നിന്നിട്ട്
ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് മാറിപ്പോയവരുണ്ട്. അതേസമയം വേറെ ഉള്ളവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആളെന്നൊക്കെ പറയുന്നത് ആ പ്രശ്നത്തിന് ശേഷം ആ പ്രശ്നം അറിഞ്ഞു വന്ന് എന്നോട് സംസാരിച്ച് അങ്ങനെ എന്നോട് കൂട്ടായ ഒറ്റൊരാൾ കേട്ടോ, ഒരുപാട് പേരൊന്നുമില്ല, ഒറ്റൊരാൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം കുറേ കാലം ഇങ്ങനെ ഉണ്ടായി, കുറേ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്ത് പ്രശ്നം വന്നാലും, എനിക്ക് ചെറിയ കാര്യം വന്നാലും ഞാൻ പെട്ടെന്ന് ബേസ്റ്റ് ഔട്ട് ആവും. പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് BP കൂടും. ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യം വരും. ആരോടാ എന്താ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, അങ്ങനെ ഒന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് പെരുമാറണ്ടേ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. നമ്മുടെ ലൈഫ് ആകെ ഒരു നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഭവം പെട്ടെന്ന് ഇങ്ങനെ ചെതറി പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ എൻ്റെ ലൈഫായി. ഇപ്പം എന്തെങ്കിലും എനിക്ക് ക്ലാസ്സിൽ പോകാനൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം വിട്ടു. എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ലായിരുന്നു, എനിക്ക് എഴുതാനൊന്നും തോന്നുന്നില്ലായിരുന്നു, ഒന്നും തോന്നുന്നില്ല. ഞാൻ ഒരുമാതിരി എന്തോ നമുക്കൊന്നും ഈ അധികം വലിപ്പം വെക്കാത്ത പിള്ളേരൊക്കെ ബുക്കിൽ ഓരോന്നൊക്കെ എഴുതി വെക്കുക, പിന്നെ അതേപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുക, ഇതൊക്കെ തന്നെ ആയിരുന്നു ഞാൻ. എനിക്ക് എന്താ പറയുക, അന്നേരം വരെ ചില കാര്യങ്ങളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹോപ്പ് തന്ന്, പിന്നെ അവസാനം ഒന്നും ഇല്ലാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആരോടാ പറയണ്ടേ, എന്താ പറയണ്ടേ, എനിക്ക് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. കാരണം അവരെന്നൊക്കെ പറയുന്നത് കുറച്ച് ഇത്രയും ഇംപ്രവൈസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എനിക്ക് ഡിപ്രഷനാണ്, എനിക്കൊരു കൗൺസിലിംഗ് വേണം, അങ്ങനെയൊക്കെ എനിക്ക് തുറന്ന് പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള 1-2 ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കൗൺസിലിങ്ങിന് പോയി നോക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ പേടി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എന്നാലും ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും. നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെയൊക്കെ പോയി കാണുന്ന സമയത്ത് ഇപ്പം എൻ്റെ വീട്ടുകാർക്കെല്ലാം അതായിരുന്നു പേടി, ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക അല്ലെങ്കിൽ ഇങ്ങനെ പോയി കാണുക എന്നൊക്കെ പറയുമ്പം ആൾക്കാർ എന്ത് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഭയങ്കര നോർമലായിട്ട് എടുക്കൂലല്ലോ എല്ലാവരും. അവൾക്ക് പ്രാന്ത അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. ഇത് കുറേ കേട്ടു. പിന്നെയാണെങ്കിൽ എന്നെപ്പറ്റി പല റൂമറുകളൊക്കെയാണ് ഞാൻ പിന്നീട് കേട്ടത്. ഞാൻ ഭയങ്കര പ്രാന്തിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല രീതിയിൽ സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരുമ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ പലതും അങ്ങനെയാണ് വിളിക്കുന്നത്, ഇങ്ങനെയാണ് വിളിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതെല്ലാവരും ആൾക്കാർ റിയലൈസ് ചെയ്തു എന്നുള്ളതാട്ടോ. ഒരു പരിധി വരെ ഞാനാണ് തെറ്റെന്ന് വിചാരിച്ചിരുന്നവരൊക്കെ പിന്നീട്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് എന്നല്ല, ആരുടെ എന്ത് തെറ്റ് ചെയ്താലും പിന്നീട് ഒരു കാലത്ത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അവർക്കത് തിരിച്ച് കിട്ടും. അങ്ങനെ തിരിച്ച് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചില്ലേ, ഞാനൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലെങ്കിൽ തന്നെ. പക്ഷെ ആ ആൾക്കാർ എൻ്റെ മുന്നിൽ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അത് എല്ലാവർക്കും മനസ്സിലായി. കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ ഇങ്ങനെ അല്ലാന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ വരെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന ആ പ്രശ്നം, നമ്മളെ അറ്റാക്ക് ചെയ്ത ആ സംഭവം, അതൊക്കെ ഹീൽ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുത്തു. അപ്പം ഞാനൊരു 2023 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ വെയിറ്റ് കുറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഇല്ലാണ്ടാവുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, വൈ ഷുഡ് ഐ സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ദം. പറയുന്നവർ എങ്ങനെയായാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ പറയുക, അവർക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കുന്നവരാണെങ്കിലും ശരി, കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും ശരി, നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി തളർത്തുന്നവരാണെങ്കിലും അവർക്ക് ഇങ്ങനെ കുറേ കാലം പറയാനേ പറ്റത്തുള്ളൂ. നമുക്കൊരു പ്രീ ഓക്യുപ്പൈഡ് തോട്ട് നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ അങ്ങനെയല്ല, നമ്മളിങ്ങനെയാണ്, ഇതാണ് നമ്മളിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളിടത്തോളം കാലം വേറൊരാൾ വന്നിട്ട് നമുക്ക് ആ തോട്ട് മാറ്റാൻ പറ്റില്ല. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്തിന് എൻ്റെ ലൈഫ് ഇവർക്ക് വേണ്ടി കളയണം, ഇവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു, എൻ്റെ ആ ദിവസം അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പലരും എന്നെ പുറകിൽ നിന്ന് കുത്തി എല്ലാം ചെയ്തു, പക്ഷേ ഞാൻ എന്തിനാ അവർക്ക് വേണ്ടിയിട്ട് വെറുതെ എൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ കളഞ്ഞിങ്ങനെ ഇതാക്കുന്നതെന്ന് ചിന്തിച്ച ആ ദിവസം ഐ തോട്ട് ടു ഹാവ് എ ചേഞ്ച് ഇൻ മൈ ലൈഫ്. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് പറയാലോ, ഇങ്ങനെയൊക്കെ പ്രശ്നമായ സമയത്ത് വേണ്ട, എന്തിനാ വെറുതെ ജീവിച്ചിരിക്കുന്നത്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് പീസ്ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് എന്നുള്ളൊരു മണ്ടത്തരം എൻ്റെ മനസ്സിൽ ആ നേരം തോന്നിയിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഞാൻ അതും റിയലൈസ് ചെയ്തു. എൻ്റെ ലൈഫ് ഞാൻ പോയാൽ ഇപ്പം അവർക്കിപ്പം കുറേ പേരിൽ ഒരാൾ പോയി എന്നേ ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടുകാരുണ്ട്, എനിക്ക് എൻ്റെ അനിയത്തിയുണ്ട്, എനിക്ക് അവരെ നോക്കണം. അവരെ എൻ്റെ മേളിലാണ് എന്താ പറയുക ഫുൾ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് അവരെ നോക്കും, അല്ലെങ്കിൽ അവർ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോസിലൊക്കെ കേൾക്കുന്ന പോലെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചിന്തിക്കാനും എനിക്ക് നോക്കാനും ഇതാക്കാനും കാര്യങ്ങൾ കുറേ ഉണ്ട്. എനിക്കൊരു ഫാമിലി ഉണ്ട്. ഞാൻ പിന്നെ എന്തിനാ ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഡിസ്ട്രോയ് ചെയ്യണം, എൻ്റെ ലൈഫ് ഞാൻ എന്തിനാ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം എന്നുള്ള ചിന്ത വന്ന അന്ന് ഐ സ്റ്റാർട്ടഡ് ടു തിങ്ക് എന്താ പറയുക, എൻ്റെ ആ തിങ്ക് ചെയ്യുന്ന രീതി തന്നെ ഞാൻ മാറ്റി ആക്ച്വലി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിരുന്നു, ഞാൻ എല്ലാം വിട്ടുകൊടുത്തു. ഇറ്റ്സ് ഓക്കെ ഫൈൻ, ആരെന്തേ പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഞാൻ ഇനി എൻ്റെ ഒരു ഇതിൽ നോക്കിപ്പോകും. ഇപ്പോഴും എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ കരയും, പക്ഷേ ഭയങ്കരമായിട്ട് എടുത്ത് ഞാൻ ഓവർ തിങ്ക് ചെയ്യത്തില്ല. ഫസ്റ്റ് തിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഓവർ തിങ്കിങ്. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ചിന്തിച്ച് ഇപ്പോഴും അതിൻ്റെ കുറച്ച് ട്രേസസ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാനതിപ്പോഴും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ. ഓവർ തിങ്ക് ചെയ്യും ഞാൻ ഭയങ്കരമായിട്ട്. ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാനത് ചിന്തിച്ച് അതിങ്ങനെ വലുതാക്കും. അപ്പം എനിക്ക് തന്നെയാണ് അത് പ്രശ്നം. അപ്പം ഞാൻ എന്താക്കി, ഫസ്റ്റ് അത് നിർത്തി. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് ആക്ച്വലി എനിക്ക് ഒരുപാട് സമയം എനിക്ക് ഫോണിൽ നോക്കി ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നമുക്ക് എത്രയും നിർത്തിട്ട് റീൽസ് കാണാം. പിന്നെ അന്നേരം ഒന്നും ഞാൻ ആരെടുത്തും ഇപ്പം എന്താ പറയുക ഇങ്ങനെയൊക്കെ ഡിപ്രഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് പിന്നീടാണ്. ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഡിപ്രഷൻ ആണെന്ന്. ഞാനിങ്ങനെ കുറേ പ്രോബ്ലംസിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഡിപ്രഷൻ ആയിരിക്കുന്നവർ ഏത് നേരം കരയത്തൊന്നുമില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ച് എല്ലാവരുടെ അടുത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം പെട്ടെന്ന് ഞാൻ മൂഡ് ഓഫ് ആകും, പെട്ടെന്ന് ഞാനൊരു സൈഡിലേക്ക് മാറി നിൽക്കും. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു സമയമായിരിക്കും. നമ്മുടെ കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാമോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നൊരു സംഭവം ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് ഞാനങ്ങ് ഡൗൺ ആയിപ്പോൾ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റണം എനിക്ക് എങ്ങനെയെങ്കിലും. അപ്പം ഞാൻ കൂടുതൽ സമയവും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും പിന്നെ അതേപോലെ തന്നെ എൻ്റെ മൈൻഡിനെ ഞാൻ ഡൈവേർട്ട് ചെയ്യും. മാക്സിമം ഞാൻ അങ്ങനത്തെ ചിന്തയിലേക്കൊന്നും എത്തിക്കാതെ ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും പല കാര്യങ്ങളിലും. ഞാൻ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ക്ലീനിങ്ങാണ്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ വല്ല പാട്ടൊക്കെ വെച്ച് ഞാൻ ക്ലീൻ ചെയ്യും. തുണിയൊക്കെ മടക്കി വെക്കുന്നത്, പിന്നെ അതേപോലെ വൃത്തിയാക്കുന്ന സംഭവങ്ങളൊക്കെ വൃത്തിയാക്കുന്നത്, ഓരോന്ന് അടുക്കി പെറുക്കി വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളിൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ വേറെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്ന ആ ടൈം ക്ലീനിങ്ങിലേക്ക് പോയി. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദറ്റ് ക്ലീനിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ഞാൻ അങ്ങനെ മൈൻഡിലേക്ക് എടുക്കാതെ കുറച്ചു ഞാൻ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റ് കാര്യം ഓവർ തിങ്കിങ് കുറച്ചു. സെക്കൻഡ് കാര്യം സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നത് ഞാനത് കംപ്ലീറ്റ്ലി നിർത്തി. ഞാൻ എന്തിനാ വെറുതെ എൻ്റെ ലൈഫ് വേറൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരാൾ എന്തോ ചെയ്തതിന് ഞാൻ എന്തിനാ എൻ്റെ ലൈഫ് കളയണം എന്നുള്ളത് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചതിൽ ഏറ്റവും മണ്ടത്തരായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നത് അതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് 2023 ഒരു ജൂലൈ കഴിഞ്ഞിട്ടുള്ള ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്താണ് തുടങ്ങുന്നത്. അത് കാരണം ഇതിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഡിറ്റിംഗ് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനകത്ത് കൂടുതൽ ടൈം കണ്ടെത്തുമ്പം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു യൂട്യൂബിൻ്റെ ഇതിൽ. പിന്നെ എനിക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് ആക്ച്വലി കുറച്ച് കംപ്ലൈൻ്റ് എല്ലാം ആയിരുന്നു. എനിക്ക് നല്ലൊരു പ്രോപ്പറായിട്ടൊരു ക്യാമറ ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലായിരുന്നു ഇത്രയും ദിവസം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഞാനതൊരു ഫ്ലോയിന് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരുപാട് റിസർച്ച് ചെയ്തു. ഇങ്ങനെ ഡിപ്രഷനുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്താലാണ് ഇതിൽ നിന്നൊരു റിലീഫ് കിട്ടുക. അപ്പോൾ കൂടുതൽ എനിക്ക് എൻ്റെ ഇതിൽ വന്നത് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വന്നത് യോഗ, മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും.
സോ ഒരു ടൈമിൽ ഞാൻ വ്ളോഗ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഒരു വ്ളോഗുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഞാനൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ യോഗയൊക്കെ ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആകാൻ തുടങ്ങി. എൻ്റെ മനസ്സ് എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അധികം ചിന്തയൊന്നും കൊടുക്കാണ്ടായിപ്പോയി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതായിപ്പോകും. കാരണം ഞാൻ റിക്കവറായി വരുന്നേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഞാൻ റിക്കവർ ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും പല തോട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. പണ്ടത്തെ അയ്യോ ഇങ്ങനെയൊക്കെ ആയല്ലോ അങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് പിന്നെ അപ്പം തന്നെ ഞാനത് പോട്ടെ സാരമില്ല എന്നും പറഞ്ഞെങ്കിൽ വിടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെ അത് റിക്കവർ ആവാൻ വേണ്ടി ഞാൻ കുറേ ടൈം എടുത്തു, ഏകദേശം 2 കൊല്ലം എടുത്തു. ഇപ്പോഴും സ്റ്റിൽ ഒരു പ്രോസസ്സിലാണ് ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അത് ആരെങ്കിലുമൊക്കെ നമ്മുടെ മേത്ത് കൊണ്ടുവന്ന് അങ്ങനെ കുറേ ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ച് വരുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അത് ട്രസ്റ്റ് ചെയ്ത് തന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ ദൈവം നോക്കിക്കോളും, അല്ലെങ്കിൽ കർമ്മ നോക്കിക്കോളും. എന്താ പറയുക, നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ പഴി കേൾക്കേണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റിസോൾവായി. എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് എല്ലാം ആയി. എന്നെപ്പറ്റി അങ്ങനെ എന്താ പറയുക, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിചാരിച്ച ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ ഞാൻ സോറി, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയായിരുന്നു വിചാരിച്ചതെന്ന് വരെ വന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്, അങ്ങനെയെല്ലാം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ശരിക്കും എനിക്കത് ഭയങ്കര ഭയങ്കര സന്തോഷം. ഇങ്ങനെ അവാർഡ് കിട്ടിയ പോലെ സന്തോഷമൊന്നുമില്ല. എന്താ പറയുക, ഒരു സമയത്ത് ഇവരെല്ലാവരും നമ്മളടുത്ത് ഈ ഒരു മൈൻഡിൽ നിന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും അവർ റിയലൈസ് ചെയ്തു വാട്ട് ഈസ് ദ ട്രൂത്ത്, വാട്ട് ഈസ് ഫേക്ക് ഏതാ ട്രൂത്ത് ഏതാന്നുള്ളത് അവർ മനസ്സിലാക്കി. അത് മതി നമുക്ക്. കൂടുതൽ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി എനിക്ക് റിലീഫായി. ഇപ്പം ഞാനെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നൊരു തെറ്റാണ്, ഞാനൊരു തുറന്ന പുസ്തകമാണ് ആക്ച്വലി. എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ആരെങ്കിലും ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് സംസാരിച്ച് എൻ്റെ വിഷമമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ ഭയങ്കര കമ്പനിയായിരിക്കും. ഞാൻ എല്ലാം അങ്ങ് പറയും. പെട്ടെന്ന് അവർ എൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടുള്ള ആൾക്കാരിൽ കുറച്ച് പേരൊക്കെ പിന്നെ ആ കാര്യം വെച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കും. ഏതെങ്കിലും ഒരു വഴിയിൽ വേറെ ആരുടെടുത്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാര എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീലാവും. പക്ഷെ എന്നാൽ പോലും ഇപ്പം പണ്ടത്തേനേക്കാളും ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഫേസ് കടന്നു പോകുമ്പോഴും എന്താ പറയുക, നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അതുപോലെയായിരുന്നു ഡിപ്രഷൻ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ നിന്ന് പുറത്ത് വരാൻ നേരത്തും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണെങ്കിലും ഓരോരുത്തർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം. അവരുടെ സിറ്റുവേഷൻസ് വേഴ്സ് ആയതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അല്ലാതെ അവരൊരു നാടകം കളിക്കുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ അവരിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വീണ്ടും 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 ഡൗൺ ആക്കിയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേറ്റീവായിട്ട് തോന്നുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.